പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സമയത്ത് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ. ഹല്ലേലൂയ. പാട്ട് പാടി പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യം വാട്ടി സ്തുതിക്കും സ്വർലോകനാഥനാമശിയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യം വാട്ടി സ്തുതിക്കും സ്വർലോകനാഥനാമശിക. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്. ഹല്ലേലൂയ. നിത്യനാം വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അത്ഭുതമായ ദൈവം നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വലിയവനായ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, യഥാർത്ഥ വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാമശിക. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യധാതര വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയും സൂര്യൻ, രാജാതിരാജനാമശിക. ഇന്ന് പകലിൽ കേൾക്കുന്ന അവൻ വലിയവനായ ദൈവം. ആ ദൈവത്തെ നിന്ന് പാടി സ്തുതിക്കുന്നു, പാടി ആരാധിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അത്ഭുതമാനായി അഭിഷേകം ചെയ്യുന്ന ദൈവമായി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ദൈവം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയമുള്ളവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ സുമന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂരിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ഏത് കാലഘട്ടത്തെയും അപേക്ഷിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് മടുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക, ഉത്സാഹം കുറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉത്സാഹത്തിൽ മടുത്തു പോകാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാനാണ് നമ്മളോട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വിളിച്ചു പറയുന്നത്. ആമേൻ. അപ്പോൾ ഉത്സാഹത്തിൽ മടുപ്പ് ഇല്ലാതെ നല്ല ഉത്സാഹികളായി, സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താണ്. നാം ഏത് കാര്യത്തിലും ആത്മീക കാര്യങ്ങളിൽ നല്ല ഉത്സാഹികളായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. മടുത്തു പോകരുത്. മടുപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ സമയത്തും ദൈവമുഖം നോക്കി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആത്മാവിൽ എരിവുള്ളവരായി, പ്രൈസല്ലോ, കർത്താവിനെ സേവിക്കുവാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. മനസ്സ് ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. പ്രൈസല്ലോ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ആത്മീക പുരോഗതിയെ തടയുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഉത്സാഹത്തിൽ നമുക്ക് മടുപ്പ് വരിക. 2, നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ വരിക. 3, ദൈവത്തോടുള്ള അനുസരണക്കേടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അങ്ങനെ സംഭവിക്കാതെ നല്ല ഉത്സാഹത്തിൽ നല്ല വിശ്വാസികളായി, നല്ല ഉത്സാഹികളായി, ആത്മീക പുരോഗതിയുള്ളവരായി, ആത്മീക ജീവിതത്തിൽ എരിവുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആത്മീക പുരോഗതിയെ, ആത്മീക നന്മയെ തടയുന്ന ചില ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആത്മീക പുരോഗതിയെ, ആത്മീക നന്മയെ തടയുന്ന ചില ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹികളായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മളാലാവുവോളം നമ്മൾ നിൽക്കുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മളെ മാനിക്കുവാൻ, കർത്താവ് നമ്മളെ അനുഗ്രഹിപ്പാൻ, ദൈവം നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. അപ്പോൾ ഒന്നുകൂടെ ആ വാക്യം പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പ് ഇല്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. ആമേൻ. എബ്രായ ലേഖനം പറയുന്നത് കർത്താവിനെ ഓർത്തുകൊള്ളുവാനാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. ആമേൻ. യേശുവിനെ നോക്കി നമ്മുടെ വിശ്വാസയാത്ര തുടരുവാൻ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ ആരെയും നോക്കാതെ യേശുവിനെ നോക്കി നിങ്ങളുടെ വിശ്വാസയാത്ര തുടരട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവൻ നയിപ്പാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.